Hi all, welcome to I Plus Training Solutions. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ CSIR-ന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോയാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, പെർസെൻറ്റേജ് വൈസ് ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, fresh fruit contain 68% of water and dry fruit contain 20% of water. How much dry fruit can be obtained from 100 kilogram of fresh fruit? ഓക്കെ, പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്ക് എവനെ അറ്റംപ്റ്റ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്? ഒരു ഫ്രഷ് ഫ്രൂട്ട് പറയുന്നുണ്ട്, അതുപോലെ ഒരു ഡ്രൈ ഫ്രൂട്ട് പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഫ്രഷ് ഫ്രൂട്ട്, ഡ്രൈ ഫ്രൂട്ട് അല്ലേ. ഇപ്പോൾ രണ്ട് ഫ്രൂട്ട് ഉണ്ട്, ഒന്ന് ഫ്രഷ്, ഒന്ന് ഡ്രൈ. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു മുന്തിരി, ഗ്രേപ്സ് ആണെന്ന് വെച്ചോ. ഗ്രേപ്സ് ഫ്രഷ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇരിക്കും അല്ലേ. ഡ്രൈ ആവുമ്പോൾ അത് ഒന്ന് ചുക്കി ചുളിഞ്ഞായത് ഇതുപോലെ അല്ലേ. സംതിങ് അതിലൊന്ന് എന്ത് പോവും? വാട്ടർ കണ്ടന്റ് കുറയും അല്ലേ. ഇതിൽ വാട്ടർ കണ്ടന്റ് ഒരുപാടുണ്ട്, പക്ഷേ ഇതിൽ വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും? പോവും. അപ്പോൾ വാട്ടർ കണ്ടന്റ് കുറയും. അപ്പോൾ ഇവിടുത്തെ വാട്ടർ കണ്ടന്റ് എത്രയാ? 68% വാട്ടർ. എന്ന് വെച്ചാൽ മൊത്തം 100 ഗ്രാം ഉണ്ട് എങ്കിൽ അതിൽ 68% വാട്ടർ ആണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വാട്ടർ എത്ര കാണും? 68. കറക്റ്റ്, വാട്ടർ 68%. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം, വാട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചമുള്ള ഭാഗം എന്തുവാ? പൾപ്പല്ലേ, അതിൻ്റെ പൾപ്പ്, അതിൻ്റെ പൾപ്പെന്ന് പറയും അല്ലേ. അപ്പോൾ വാട്ടർ 68% ആണെങ്കിൽ ബാക്കിയുള്ള 32% എന്തായിരിക്കും? പൾപ്പായിരിക്കത്തില്ലേ? പൾപ്പായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവനെ എന്തായി? ഒരു വെയിലത്തിട്ട് നമ്മളൊന്ന് ഉണക്കി ഡ്രൈ ആക്കി അല്ലേ. ഡ്രൈ ആക്കി മാറ്റുമ്പോൾ ഇപ്പം എന്ത് ചെയ്യും? വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. എല്ലാം പോയില്ല, കുറേ വാട്ടറൊക്കെ അങ്ങ് പോകും, കുറച്ച് വാട്ടർ അതിൻ്റെ അകത്ത് കാണും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഡ്രൈ ഫ്രൂട്ട്സിൽ 20% വാട്ടർ ഉണ്ട്. ഇപ്പോൾ വാട്ടറും പൾപ്പും എങ്ങനെയാ? വാട്ടർ 20% ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പൾപ്പ് എത്ര ശതമാനമായി? പൾപ്പ് ബാക്കിയുള്ള 80% പൾപ്പല്ലേ. എന്ന് വെച്ചാൽ പൾപ്പ് കൂടിയെന്നാണോ? ഇവിടെ 32% ആയിരുന്ന പൾപ്പ് അവിടെ 80% കൂടിയെന്നാണോ? അല്ല, ആ റേഷ്യോ മാറി അല്ലേ. ആള് കൂടിയിട്ടൊന്നുമില്ല, കണ്ടന്റ് കൂടി അല്ലേ. എന്ന് വെച്ചാൽ തമ്മിലുള്ള വാട്ടറും പൾപ്പും എടുത്തു കഴിഞ്ഞാൽ നേരത്തെ വാട്ടർ ആയിരുന്നു കൂടുതൽ, പൾപ്പ് കുറവായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് വാട്ടർ എല്ലാം പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരാ? ഇപ്പോൾ പൾപ്പാണ് അവിടെ കൂടുതൽ, വാട്ടർ കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഫ്രഷിൽ വാട്ടറും പൾപ്പും ഇത്രയാണ്, ഡ്രൈയിലും വാട്ടറും പൾപ്പും ഇത്രയാണ്. ഈ രണ്ടാൾക്കാരിൽ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടിലും മാറാത്ത ആളാരാ? രണ്ടിലും മാറുന്ന ആൾ വാട്ടർ, കാരണം വാട്ടർ വേപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ മാറാത്ത ആളാരാ? മാറാത്തയാൾ പൾപ്പ്. കറക്റ്റ്, മാറാത്ത ആളെന്ന് പറയുന്ന ആരാണ്? പൾപ്പ്. പൾപ്പ് രണ്ടിലും എന്താണ്? സെയിം ആണ്. ഇവിടെ 80% എന്ന് പറയുന്ന പൾപ്പ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ 32% മാറുന്നത്. അപ്പോൾ പൾപ്പ് രണ്ടിലും എന്തില്ല? മാറ്റമില്ല. ദെൻ ഇനി പറയുന്ന നോക്കിയേ, ഹൗ മച്ച് ഡ്രൈ ഫ്രൂട്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം 100 കിലോഗ്രാം ഓഫ് ഫ്രഷ് ഫ്രൂട്ട്? 100 കിലോഗ്രാം ഫ്രഷ് ഫ്രൂട്ടിൽ നിന്ന് എത്ര ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഫ്രഷ് എത്രയുണ്ട്? 100 കിലോഗ്രാം ഫ്രഷ് ഉണ്ട്. 100 കിലോഗ്രാം ഫ്രഷ് ഉണ്ട്. ആ 100 കിലോഗ്രാമിൽ എത്ര ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുമെന്നല്ലേ? ഫ്രഷ് ഫ്രൂട്ടിൽ നിന്ന് എത്ര ഡ്രൈ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലേ ചോദ്യം. ഇതിൽ മാറാത്ത ആൾ ആര് മാത്രമാണ്? പൾപ്പ് മാത്രമല്ലേ മാറാത്ത. അങ്ങനെയാണെങ്കിൽ 100 കിലോഗ്രാം ഫ്രഷ് ഫ്രൂട്ടിൽ എത്ര പൾപ്പ് കാണും? 100 കിലോഗ്രാം ഫ്രഷ് ഫ്രൂട്ടിൽ എത്ര പൾപ്പ് കാണും? അവൻ്റെ 32% പൾപ്പ് കാണുമോ? അവൻ്റെ 32% എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാ? 32 കിലോഗ്രാം പൾപ്പ് ഉണ്ടാകും. കറക്റ്റ്, 32 കിലോഗ്രാം പൾപ്പ് ഉണ്ടാകും. ആക്ച്വലി ഈ പറയുന്ന 32 കിലോഗ്രാം തന്നെയല്ലേ ഡ്രൈയിൽ വരുമ്പോൾ ഈ പറയുന്ന 80? കാരണം പൾപ്പ് മാറുന്നില്ലല്ലോ. ഇവിടുത്തെ 32% തന്നെയാണ് ഇവിടുത്തെ 80%. സോ ഈ 32 കിലോഗ്രാം എന്ന് പറയുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സിലെ ഈ പറയുന്ന 80% ആണല്ലോ. എങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? മൊത്തം എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നല്ലേ. മൊത്തം വാട്ടറും പൾപ്പും കൂടെ ചേർന്ന് എത്രയുണ്ട്? മൊത്തം 100% ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്ത് കണ്ടുപിടിച്ചാൽ മതി? 100 കണ്ടുപിടിച്ചാൽ മതി. കറക്റ്റ്, ഓക്കെ ആണോ പറയുന്നത്?
ദെൻ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് പൾപ്പ് കണ്ടുപിടിച്ചു 32 കിലോഗ്രാം. ആക്ച്വലി ഈ 32 കിലോഗ്രാം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ 80%. എങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വാട്ടർ കണ്ടന്റ് ഉണ്ടെന്നല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഫ്രഷ് അല്ലെങ്കിൽ എത്ര ഡ്രൈ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 32 എന്ന് പറയുന്നതാണ് 80 എങ്കിൽ ഇൻറ്റു 100 ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൽ എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് കിട്ടും. കാരണം ഡ്രൈ മൊത്തം 100 ഉണ്ടല്ലേ. ഒന്ന് കട്ട് ചെയ്യാം. 0 0. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 10 40 കിലോഗ്രാം നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? 40 കിലോഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 40 കിലോഗ്രാം ഇസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഫ്രഷ് ഫ്രൂട്ട്, ഡ്രൈ ഫ്രൂട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പൾപ്പ് മാറത്തില്ല. ഇതിൽ 32 80 ഇതിൽ 32 ആയാലും 80 ഒരാൾ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളതിൽ വെച്ച് ഫ്രഷിൻ്റെ പൾപ്പ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവനാണ് ഈ പറയുന്നതിലെ പൾപ്പ് അല്ലേ, ഈ 80%. സോ 32 80 എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഡ്രൈ മൊത്തത്തിൽ എത്രയുണ്ട്? മൊത്തത്തിൽ ഡ്രൈ എത്രയുണ്ട്? 20 80% 100% ഉണ്ട്. സോ ഇൻറ്റു 100 കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നോക്കി. Ankit scored 25% of total mark and failed by 15 mark in the examination. Had he scored 55% of total marks, he would have got 15 marks more than the passing mark. Then what is the passing mark in the examination? എക്സാമിനേഷൻ്റെ പാസിംഗ് മാർക്ക് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാമല്ലോ. മൊത്തം നമുക്ക് നോക്കാം. എത്രയാ? 25% മാർക്ക് കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഫെയിൽഡ് ബൈ 15 മാർക്ക്, 15 മാർക്കിന് തോറ്റുപോയി. രണ്ടാമത് എന്താ? 55% മാർക്ക് കിട്ടിയപ്പോൾ ഗോട്ട് 15 മാർക്സ് മോർ ദാൻ പാസിംഗ് മാർക്ക്. പാസിംഗ് മാർക്കിനെ കാട്ടിലും കൂടുതൽ മാർക്ക് കിട്ടി. വാട്ട് ഈസ് ദ പാസിംഗ് മാർക്ക് ഇൻ ദ എക്സാമിനേഷൻ? ഇപ്പോൾ ഒന്ന് നോക്കിയേ. ഇപ്പോൾ മൊത്തം 100 അല്ലെങ്കിൽ സംതിങ് ഇത്രയും മാർക്കാണ് നമ്മുടെ എക്സാമിനേഷൻ എന്ന് കരുതുക. മൊത്തം 100 മാർക്ക് അല്ലെങ്കിൽ ഇത്രയും മാർക്കിനാണ് നമ്മുടെ എക്സാമിനേഷൻ 100% അല്ലെ. 100%-നാണ് നമ്മുടെ എക്സാമിനേഷൻ കിടക്കുക. എന്ന് വെച്ചാൽ ഇത് 0 മാർക്ക്, ഇത് 100 മാർക്ക് ഫുൾ. ഇതിൽ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഒരു ഏതാണ്ട് ഒരു നടുക്കൊക്കെ ആയിരിക്കും അല്ലേ. ഇതാണ് നമ്മുടെ ഒരു പാസിംഗ് മാർക്ക് എന്ന് വെച്ചോ. ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക്. കറക്റ്റ്, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിയേ, പാസിംഗ് മാർക്ക് ആദ്യം എന്ത് ചെയ്തു? അങ്ങ് 25% ഓഫ് ടോട്ടൽ മാർക്ക്, മൊത്തം മാർക്കിന്റെ 25% നേടിയപ്പോൾ 15 മാർക്കിന് തോറ്റുപോയി. അപ്പോൾ പാസിംഗ് മാർക്ക് എത്തിയോ? ഇല്ല, പാസിംഗ് മാർക്കിന്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ഒരു 25% മാർക്ക് എത്തിയപ്പോൾ 15 മാർക്കിന് തോറ്റു. എന്ന് വെച്ചാൽ ഒരു 15 മാർക്കും കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നു. കറക്റ്റ്, 15 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു, പാസിംഗ് മാർക്ക് എത്തുമായിരുന്നു. രണ്ടാമത് എന്ത് സംഭവിച്ചു? ഹാഡ് ഹി സ്കോർ 55% ഓഫ് ടോട്ടൽ മാർക്ക്, ടോട്ടൽ മാർക്കിന്റെ 55%, മൊത്തം 100% ആണെങ്കിൽ മൊത്തം 55 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ he would have got 15 മാർക്ക് മോർ ദാൻ പാസിംഗ് മാർക്ക്. പാസിംഗ് മാർക്കിനെക്കാട്ടിലും എത്ര മാർക്ക് കൂടുതൽ കിട്ടിയേനെ? 15 മാർക്ക് കൂടുതൽ കിട്ടിയേനെ. അപ്പോൾ പാസിംഗ് മാർക്കും കഴിഞ്ഞു പോയി. എത്രയായപ്പോൾ? 55% ആയപ്പോൾ അല്ലെ. 25% ആയപ്പോൾ ഇവിടെ നിൽക്കുക, 55% ആയപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ എന്ത് കിട്ടി? പാസിംഗ് മാർക്കിനെ കാട്ടി എത്ര മാർക്ക് കൂടുതലായി? 15 മാർക്ക് കൂടുതലായി. കറക്റ്റ്. ഡൗട്ട്, പ്രശ്നമുണ്ടോ? ഇല്ല. സോ ഇവിടെ നോക്കിയേ, ഈ 2 ആൾക്കാരാണ് നമുക്കുള്ളത്. കണ്ടുപിടിക്കേണ്ട ആരാ? ഇതിലെ പാസിംഗ് മാർക്കിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ? നോക്കിയേ, ഇവിടെ പെർസെൻറ്റേജ് എത്രയാ മാറിയേ? 25% നിന്ന് 55%-ലോട്ടായി. സോ ശതമാനം എത്ര മാറി? 30% അല്ലെ. 25% നിന്ന് 55% ആയപ്പോൾ 30% ചേഞ്ച് ആയി. കറക്റ്റ്, 30% ചേഞ്ച് ആയി. ആ 30%-ന് തുല്യമാണ് ഇവിടുത്തെ മാർക്ക്. എത്രയാ? ഇവിടുത്തെ മാർക്ക് എന്ന് പറയുന്നത് എത്ര ചേഞ്ച് ആയി? ഇവിടെ നിന്ന് അങ്ങോട്ട് പെർസെൻറ്റേജിൽ മാറിയത് 30%, അവിടുത്തെ മാർക്കിൽ മാറിയതോ 15 15 30 മാർക്ക്. എന്ന് വെച്ചാൽ ഈ പറയുന്ന 30% എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 30 മാർക്ക്. 30% 30 മാർക്കെങ്കിൽ നമ്മുടെ 100% കണ്ടുപിടിക്കാമല്ലോ. 100% എന്ന് പറയുന്ന എന്താ? 30% 30 മാർക്കാണെങ്കിൽ ഫുൾ മാർക്ക് എത്രയായിരിക്കും? ഫുൾ മാർക്ക് 100 മാർക്കിന് എക്സാം നടന്നേ. കറക്റ്റ്. ഫുൾ മാർക്ക് എന്ന് പറയുമ്പോൾ 100% അല്ലയോ? 100% എന്ന് പറയുന്നത് എത്ര മാർക്കാ? 100 മാർക്ക്. എന്ന് വെച്ചാൽ 30% 30 മാർക്കാണെങ്കിൽ 1% 1 മാർക്ക്. എങ്കിൽ 100% 100 മാർക്ക് എങ്കിൽ എക്സാം നടന്ന എത്ര മാർക്കിനാ?
100 മാർക്കിന് എക്സാം നടന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ മാർക്കല്ല, കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പാസിംഗ് മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 25% മാർക്കല്ലേ ആദ്യത്തെ തോറ്റ കുട്ടിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 100ന്റെ 25% എന്ന് പറയുമ്പോൾ എത്ര മാർക്കാ? 25% എന്ന് പറയുമ്പോൾ 25 മാർക്ക്. 25 മാർക്ക് കിട്ടി. പക്ഷെ എത്ര മാർക്കിന് തോറ്റുപോയി? 15 മാർക്കിന് തോറ്റുപോയി. എന്ന് വെച്ചാൽ 25 മാർക്കിന്റെ കൂടെ ഒരു 15 മാർക്കും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടി ജയിക്കുമായിരുന്നല്ലോ. സോ 25 + 15 40 ഈസ് ദ പാസിംഗ് മാർക്ക്. വേണമെങ്കിൽ നമുക്ക് ജയിച്ചവനെ വെച്ച് കണ്ടുപിടിക്കാം. ജയിച്ചവൻ എത്ര കിട്ടി? 55% കിട്ടി. 55% എന്ന് പറയുമ്പോൾ 55 മാർക്ക്. പക്ഷെ പാസിംഗ് മാർക്കിനെ കാട്ടി 15 കൂടുതൽ കിട്ടി. അപ്പൊ പാസിംഗിലോട്ട് വരണമെങ്കിൽ -55. സോ നമുക്ക് എന്ത് കിട്ടും? അവിടെയും 40 തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും വെച്ച് കണ്ടുപിടിക്കാം. പാസ്സായവനെയും വെച്ച് കണ്ടുപിടിക്കാം, ഫെയിൽ ആയവനെയും വെച്ച് കണ്ടുപിടിക്കാം. ഒരു കുഴപ്പമില്ല. ഏതാണോ ചെയ്യാൻ എളുപ്പം, ആക്ച്വലി ചെയ്യാൻ എളുപ്പം ഫെയിൽ ആയവനാ. അപ്പോൾ ഫെയിൽ ആയവനെ ചെയ്യുന്നത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. കറക്റ്റ്? ഓക്കെ അല്ലേ? പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ആണ് ഇവിടുത്തെ നമ്പറിൻ്റെ ചേഞ്ച്. സോ 30% ആണ് 30, 1% 1 ആണ്. മാക്സിമം മാർക്ക് കാണണമെങ്കിൽ 100% എത്രയാണെന്ന് നോക്കിയത്. 100% എന്ന് പറയുന്നത് 100 മാർക്സാണ്. സോ പാസിംഗ് കിട്ടണമെങ്കിൽ 25% കണ്ടുപിടിക്കുക, 25 മാർക്ക്. അതിൻ്റെ കൂടെ എത്ര മാർക്കിന് തോറ്റു എന്ന് നോക്കുക. 15 മാർക്കിന് തോറ്റു. സോ 40 ഈസ് ദ പാസിംഗ് മാർക്ക്. ദെൻ 40 ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ്? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എനി ഡൗട്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ is increased by 140% and the denominator is increased by 150%, then the resultant fraction is 4/15. What is the original fraction എന്നാണ് ചോദ്യം. ഓക്കെ. ന്യൂമറേറ്റർ 140% കൂടി, ഡിനോമിനേറ്റർ 150% കൂടി. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 4/15 ആയിട്ട് മാറി. കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഒറിജിനൽ ഫ്രാക്ഷൻ. നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ എടുക്കാം? ഒരു ഫ്രാക്ഷൻ അല്ലേ ഇവിടെ. ഫ്രാക്ഷൻ എങ്ങനെയാണ് അടക്കുന്നത്? a/b ഫോർമാറ്റിലല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇങ്ങനെ എഴുതാം. x/y ആണ് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് കരുതുക. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. അറിയാം. ന്യൂമറേറ്റർ എന്ത് ചെയ്തു? 140% കൂടി. ഇപ്പോൾ നമ്മൾ 10% കൂടി എന്ന് പറഞ്ഞാൽ 110/100 എടുക്കും. 50% കൂടി എന്ന് പറഞ്ഞാൽ 150/100 എടുക്കും. 100% കൂടി എന്ന് പറഞ്ഞാൽ 200/100 എടുക്കും. അപ്പോൾ 150% കൂടി എന്ന് പറഞ്ഞാൽ 250/100 എടുക്കും. അപ്പോൾ ഇവിടെ 140% കൂടിയത്. 140% ആണെങ്കിൽ +100, അവൻ്റെ 240/100 ആയി. കറക്റ്റ്? ന്യൂമറേറ്റർ ഇൻക്രീസ്ഡ് ബൈ 140%. സോ 240/100. And the denominator is increased by 150%. ഡിനോമിനേറ്റർ 150% കൂടി. അപ്പോൾ ഡിനോമിനേറ്റർ 150% കൂടി എന്ന് പറഞ്ഞാൽ 150% കൂടി എന്ന് പറഞ്ഞാൽ 280/100 ആവും. 280/100. കറക്റ്റ്? ഇപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 4/15 ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. കറക്റ്റ്? കണ്ടോ? ഇപ്പം നമ്മുടെ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 4/15 ആയിട്ട് മാറി. 100 ക്യാൻസൽ. ബാക്കി ഒരു 0, ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ. ഇവിടെ 24 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. കട്ട് ചെയ്യാവോ? 1 4 4, 6 4 24. ദെൻ ഇവിടെ 3 5 15, 5 5 25. കറക്റ്റ്? അങ്ങനെയാണെങ്കിലേ നമുക്ക് ബാക്കി എന്ത് കിട്ടി? ബാക്കി ഇവിടെ x × 6/y × 5 = ഇവിടെ മുകളിൽ 1, താഴെ 3. കറക്റ്റ്? അങ്ങനെയാണെങ്കിലേ എനിക്ക് x/y അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ ഒറിജിനൽ ഫ്രാക്ഷൻ ഇതല്ലേ. കണ്ടുപിടിക്കാനായിട്ട് ഈ 6നെ ഇങ്ങ് കൊണ്ടുപോവുക, ഈ 5നെ അങ്ങ് കൊണ്ടുപോവുക. 5 × 1 5/6 × 3 18. സോ എൻ്റെ ഒറിജിനൽ ഫ്രാക്ഷൻ ഈസ് 5/18 ഈസ് ദ റൈറ്റ് ആൻസർ. 5/18 ഉണ്ടോ? ഉണ്ട്. 5/18 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ. ഗുഡ്. ഓൾ ഗുഡ്. കുഴപ്പമൊന്നുമില്ലല്ലോ. സെറ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് ബേസ് ചെയ്യുന്ന അടുത്ത ചോദ്യം. പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 16 2/3.
by what percentage the customer should reduce his consumption such that the expenditure is increased by only 12%. Okay, by percentage ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി എന്താ ചെയ്യുന്നത് നോക്കാം. പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 16 2/3. പ്രൈസ് 16 2/3 കൂടി എങ്കിൽ വാട്ട് പെർസെൻറ്റേജ് കസ്റ്റമർ ഷുഡ് റെഡ്യൂസ് ഹിസ് കൺസപ്ഷൻ എത്ര ശതമാനം കുറയ്ക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ ഓൺലി 12%. എക്സ്പെൻഡിച്ചർ 12% കൂടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പ്രൈസ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരാളാണ്. സോ അവിടെ നമ്മളൊരു റിലേഷൻ പഠിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ എന്ന് പറയുന്നതാണ് എക്സ്പെൻഡിച്ചർ, റൈറ്റ്? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ എന്ന് പറയുന്നതാണ് എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണെങ്കിലേ ഇവിടെ നമുക്ക് കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ കൺസപ്ഷൻ കിട്ടുമോ? അതുപോലെ പ്രൈസ് എടുക്കാനായിട്ട് എന്ത് ചെയ്യാം? എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കൺസപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടുമോ? 3 റിലേഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, 3 റിലേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. പ്രൈസ് 16 2/3 ഇൻക്രീസ് ആയി. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പ്രൈസ് ആണ്, അല്ലേ? പ്രൈസ് 16 2/3 ഇൻക്രീസ് ആയി. 16 2/3% എന്ന് പറഞ്ഞാൽ എന്താ? 16 2/3% എന്ന് പറയുന്നത് 1/6 ആണ്, കറക്റ്റ്? അത് ഇൻക്രീസ് ആയി എന്നല്ലേ പറയുന്നത്? ഇൻക്രീസ്. സോ യവന്മാരെ കൂട്ടുക. യവന്മാരെ കൂട്ടുമ്പോൾ എന്താവും? അത് 6 7 അല്ലേ? 7/6 ആവും. 6 7 ആകും എന്നാണ് മീനിങ്, കറക്റ്റ്? എങ്ങനെ? പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 16 2/3. സോ പ്രൈസ് 6 എന്ന് പറയുന്ന പ്രൈസ് 7 ആയിട്ട് മാറി. ഇതാണ് ഒന്നാമത്തെ ആൾ. എങ്കിൽ എത്ര ശതമാനം കൺസപ്ഷൻ കുറയ്ക്കണമെന്നല്ലേ? സച്ച് ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഓൺലി 12%. എക്സ്പെൻഡിച്ചർ 12% കൂടി. അപ്പോൾ എക്സ്പെൻഡിച്ചർ നോക്കാം. എക്സ്പെൻഡിച്ചർ 12% കൂടാൻ പാടുള്ളൂ. 12% കൂടുമ്പോൾ എന്താവും? 12% എന്ന് വെച്ചാൽ എന്തുവാ? 12%. 12% എന്ന് പറയുന്നത് അല്ലേ 12 ഡിവൈഡഡ് ബൈ 100 ആണ്. 12%. 12/100. 12/100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു 3/20 അല്ലേ? 3 4 12 5 4 ഓക്കെ, 3/25. സോ റിലേഷൻ എന്താ? യവന്മാർ കൂട്ടുക. ഇൻക്രീസ് അല്ലേ? ഇൻക്രീസ് ആവുമ്പോൾ 25 എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ 28 ആയിട്ട് മാറണം എന്നല്ലേ? ഓക്കെ, 2 ആൾക്കാർ. ഒന്ന് 16 2/3 1/6 6 7 ആയി. 2 എക്സ്പെൻസ് 12% വിച്ച് ഈസ് 3/25 ആണ്. 3/25 എന്ന് പറയുമ്പോൾ കൂട്ടുക, എന്തായി? അവൻ 25 28. സോ നമുക്ക് എന്ത് വേണം? എത്ര ശതമാനം നമ്മുടെ കസ്റ്റമർ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യണമെന്നല്ലേ നമ്മുടെ ചോദ്യം. അപ്പോൾ പ്രൈസ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. നമുക്ക് കൺസപ്ഷനിലേക്ക് എത്തണം. ഈ കൺസപ്ഷൻ എന്ന് പറയുന്നത് എന്തുവാ? കൺസപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ബൈ പ്രൈസ് അല്ലേ? കൺസപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ബൈ പ്രൈസ്. സോ ഞാൻ കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാ. കൺസപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ പ്രൈസ്. അപ്പോൾ ഈ എക്സ്പെൻസിൻ്റെ റേഷ്യോ യവന്മാർ, പ്രൈസിൻ്റെ റേഷ്യോ യവന്മാർ, അതേ ബൈ ഇത്, കറക്റ്റ്? എക്സ്പെൻസ് ബൈ പ്രൈസ് അല്ലേ? എക്സ്പെൻസ് ബൈ പ്രൈസ് ചെയ്യുമ്പോൾ ഇതെന്താവും? യവൻ ഒരു 4 ആയി. ദെൻ യവനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. എവിടെ? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25:4 24 ഇങ്ങനെ ആവുമോ കൺസപ്ഷൻ റേഷ്യോ? ഇങ്ങനെ കിട്ടുമോ? എക്സ്പെൻസ് ബൈ പ്രൈസ് ചെയ്തു അല്ലേ? കാരണം എക്സ്പെൻസ് ബൈ പ്രൈസ് ആണ് കൺസപ്ഷൻ. 2 പേരുടെ റേഷ്യോ എടുത്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ 25 24 ആയി. കൺസപ്ഷൻ റെഡ്യൂസ് ആയില്ലേ? എത്ര ശതമാനം റെഡ്യൂസ് ആയെന്നല്ലേ ചോദ്യം. ഇവിടെ കൺസപ്ഷൻ എത്ര റെഡ്യൂസ് ആയി? 1 റെഡ്യൂസ് ആയി. ഏതിൽ നിന്ന് റെഡ്യൂസ് ആയി? 25 നിന്ന് റെഡ്യൂസ് ആയി. സോ 1 എത്ര റെഡ്യൂസ് ആയി? ഏതിൽ നിന്ന് റെഡ്യൂസ് ആയി? ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4% എന്ന് പറഞ്ഞ് റിഡക്ഷൻ കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 4% ഈസ് ദ റൈറ്റ് ആൻസർ, കറക്റ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് 6 7, എക്സ്പെൻസ് 25 28. അവന്മാർ 2 പേരെയും കൂടെ ഡിവൈഡ് ചെയ്താൽ കൺസപ്ഷൻ. സോ ഡിവൈഡ് ചെയ്ത് നല്ലൊരു
ഫ്രാക്ഷൻ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. സോ 25:24 എന്ന് പറഞ്ഞ് കിട്ടി. 1 കുറഞ്ഞു, 25-ൽ നിന്ന് കുറഞ്ഞു, പെർസെൻറ്റേജ് കാണുക 1/25 × 100. സോ 4% ഈസ് ദ ഡിക്രീസ്. 4% ഡിക്രീസ് ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ്. ഓക്കെ, റിലേഷൻ അറിയുക. പ്രൈസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എക്സ്പെൻസ് ബൈ കൺസപ്ഷൻ ചെയ്യേണ്ടി വരും ഇതുപോലെ. ഓക്കെ, ഏത് വേണമെങ്കിലും ചെയ്യാം. 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ. എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ നോക്കാം. There were 2 candidates in an election. ഒരു ഇലക്ഷനിൽ 2 കാൻഡിഡേറ്റ്സ് ഉണ്ട് അല്ലേ? There were 2 candidates in an election. അതിൽ 10% ഓഫ് ദ വോട്ടേഴ്സ് ഡിഡ് നോട്ട് വോട്ട്. 10% ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നില്ല. ആൻഡ് 48 വോട്ട്സ് ഫൗണ്ട് ഇൻവാലിഡ്. 48 വോട്ട് എന്തായിട്ട് മാറി? ഇൻവാലിഡ് ആയിട്ട് മാറി. എന്ന് വെച്ചാൽ വോട്ട് ചെയ്തവരിൽ വോട്ട് പോയി, കളഞ്ഞു. ദ വിന്നിംഗ് കാൻഡിഡേറ്റ് ഗോട്ട് 53% ഓഫ് ആൾ വോട്ടേഴ്സ് ഇൻ ദ ലിസ്റ്റ്. മൊത്തം വോട്ടേഴ്സിൻ്റെ 53% വോട്ട് വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടി. ആൻഡ് വോൺ ബൈ 304 വോട്ട്സ്. 304 വോട്ടിന് ജയിച്ചു. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എൻറോൾഡ്. മൊത്തം എത്ര വോട്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. ചോദ്യം ഓക്കെയാണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എങ്ങനെ നമുക്ക് ഈ പറയുന്ന ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് അല്ലേ? വോട്ടേഴ്സും അതുപോലെ വോട്ടിംഗ് ഇലക്ഷൻ്റെ ചോദ്യമാണ്, പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇലക്ഷൻ്റെ ചോദ്യം ഏത് കണ്ടാലും മൊത്തം 100% ആൾക്കാരാണ് ഉള്ളതെന്ന് കരുതുക. ശതമാനത്തിലല്ലേ, അതുകൊണ്ട് മൊത്തം നമ്മൾ 100 ആൾക്കാരാണ് വോട്ടിംഗ് ലിസ്റ്റിലുള്ളതെന്ന് കരുതുക. അതിൽ 10% ആൾക്കാർ എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്യാൻ വന്നില്ല. 10% ആൾക്കാർ വന്നില്ലെങ്കിൽ ബാക്കി എത്ര കാലം വോട്ട് ചെയ്യാൻ വന്നവർ? 90 വോട്ടേഴ്സ് കാണും. 10% വന്നില്ല, 100ൻ്റെ 10% 10 പോയി, ബാക്കി 90 ഉള്ളൂ. ഈ 90-ൽ 48 വോട്ട്സ് ഫൗണ്ട് ഇൻവാലിഡ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരും. ബേസിക്സ് ഞാൻ ബേസിക്സ് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ബേസിക്സ് ഒന്ന് പറയാം. ബേസിക്സ് പറഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് കട്ടിലേക്ക് പോകാം. എന്താണ് ബേസിക്സ് എന്നും കൂടെ ഒന്ന് അറിയണമല്ലോ. ഇപ്പോൾ ഇതിൽ മൊത്തം 100 വോട്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ 100x വോട്ടേഴ്സ്. അതിൽ 10% ആൾക്കാർ വന്നില്ല. 100xൻ്റെ 10% 10x. അപ്പോൾ ബാക്കി 90x വോട്ട് വന്നില്ല. 90x വോട്ടേ വന്നുള്ളൂ, 10x പോയി. ഈ 90x വോട്ടിൽ 48 വോട്ട് ഫൗണ്ട് ഇൻവാലിഡ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള വോട്ട് എത്രയാ? വാലിഡ് ആയിട്ടുള്ള വോട്ട് 90xൽ നിന്ന് ഒരു 48 കുറയ്ക്കുന്നതാണ്. കറക്റ്റ്. ഇതിൽ നമ്മുടെ വിന്നിംഗ് കാൻഡിഡേറ്റിന് 53% വോട്ടേഴ്സ് എന്താ വോട്ട് ലിസ്റ്റ്. മൊത്തം വോട്ടിംഗ് ലിസ്റ്റ് 100x. അതിൽ എത്ര? 53x വോട്ട് ആർക്ക് കിട്ടി? നമ്മുടെ വിന്നറിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലൂസറിന് എത്ര കിട്ടി കാണും? ലൂസറിന്, അപ്പോൾ ഇത് വിന്നറിന് കിട്ടി. അപ്പോൾ ലൂസറിന് ബാക്കി 47% ആണോ? അല്ല, ഇവിടെ വാലിഡ് ആയിട്ടുള്ള വോട്ടിൻ്റെ മിച്ചം. ഇവിടെ വാലിഡ് ആയിട്ടുള്ള വോട്ടിൻ്റെ മിച്ചം എന്ന് വെച്ചാൽ എവൻ മൈനസ് എവൻ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഒരു 90x മൈനസ് 48 മൈനസ് 53x. അപ്പോൾ ഇവിടെ ഒരു ബാക്കി ഒരു 37x മൈനസ് ഒരു 48. ഇത്രയും വോട്ട് കിട്ടിക്കാണോ ലൂസറിന്? എവൻ മൈനസ് എവൻ, എപ്പോഴും വിന്നർ മൈനസ് ലൂസർ. അപ്പോൾ ഇവിടെ എത്ര വോട്ടിന് ജയിച്ച് കാണും? ഇതേ മൈനസ് എവൻ അല്ലേ? ഇത്രയും മൈനസ് 53x മൈനസ് 37x എന്ന് പറയുന്നത് ബാക്കി ഒരു 16x മൈനസ് 48 വോട്ടിന് ജയിച്ചു. ആ 16x മൈനസ് 48 എന്ന് പറയുന്നതാണ് ആ കൊടുത്തിട്ടുള്ള 304 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ചോദ്യം ആക്ച്വലി എന്തിൽ ചെയ്യുന്നത്? ബേസിക്സിൽ ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്താവും? 53% ഇവിടെ. ഓക്കെ, ഓമാരെ ഒന്ന് ഓക്കെ മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. 53x മൈനസ് എവൻ അല്ലേ? അപ്പോൾ 53x മൈനസ് 37x 16x. ഇത് മൈനസ് ആകുമ്പോൾ ഇത് പ്ലസ് ആവും. പ്ലസ് 48. 16x പ്ലസ് 48 എന്ന് പറയുന്നതാണ് നമ്മുടെ 304. അങ്ങനെയാണെങ്കിൽ 16x എന്ന് പറയുന്നത് ഈ 304 ഇവൻ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 48 എന്താവും? 304 6 ബാക്കി 9 5 256. 16x ആണ് 56. അപ്പോൾ 1x എന്ന് പറയുന്നത് 256/16.
സോ എന്ത് കിട്ടും? എക്സ് 16 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എൻറോൾഡ്. മൊത്തം 100x വോട്ടാണ്. അങ്ങനെയാണെങ്കിൽ 100 ഇൻറ്റു അല്ലേ 100 ഇൻറ്റു 16, എക്സിന്റെ സ്ഥാനത്ത് 16. സോ 100 ഇൻറ്റു 16 എന്ന് പറയുന്നത് 1600 വോട്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് ആക്ച്വലി എന്താണ്? ഇത് ബേസിക്സ് ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുത്തു അല്ലേ? ടൈം കുറേ എടുത്തില്ലേ? നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എക്സ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുത്തു. ആക്ച്വലി ഇത് ബേസിക്സാണ്. നമുക്കിത് പെട്ടെന്ന് ചെയ്യണമല്ലോ. നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമുക്ക് ഇത്രയും സമയം എടുക്കാൻ പാടില്ല, പെട്ടെന്ന് വേണം അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, നോക്കാം പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയെന്ന്. ബേസിക്സ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി കേട്ടോ. അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. നമ്മൾ ചെയ്യുന്നു വേണ്ട. നമുക്ക് അതിനെ കാട്ടി നമുക്ക് എളുപ്പമായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ ബേസിക്സ് പറയാതെ ഞാൻ ആ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് ബേസിക്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും എക്സാം പാടാണ് എങ്കിൽ ബേസിക്സ് നല്ലോണം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ നോക്കി, മൊത്തം 100 വോട്ടേഴ്സ് ഉണ്ട്. ആ 100 വോട്ടേഴ്സിൽ 10% ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നില്ല. ബാക്കി എത്ര ആൾക്കാരുണ്ട്? 90 വോട്ടേഴ്സ് ഉണ്ട്. ആ 90 വോട്ടേഴ്സിൽ 48 വോട്ട് ഫൗണ്ട് ഇൻവാലിഡ് ആയി. അങ്ങനെയാണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള വോട്ട് 48 വോട്ട് വന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? 48 കുറച്ചു അല്ലേ? ഇവിടെ നമ്മൾ 48 കുറയ്ക്കുന്നില്ല, 48 കുറയ്ക്കുന്നതായിട്ട് അവിടെ കാണിച്ചു. 48 കുറയ്ക്കുന്നതായിട്ട് അവിടെ കാണിച്ചു. പക്ഷെ നമ്മൾ എന്ത് തന്നെ എഴുതി? ആ പറയുന്ന 90 തന്നെ എഴുതി. അല്ലാതെ നമ്മൾ കുറച്ചൊന്നുമില്ല. എന്ത് ചെയ്തു? 48 വോട്ട് ഇൻവാലിഡ് ആയി. അപ്പോൾ 48 വോട്ട് പോയിട്ടുണ്ട്. ഇത് കറക്റ്റ് 90 ആണോ? കറക്റ്റ് 90 അല്ല. 90-ൽ നിന്ന് ഒരു 48 പോയിട്ടുണ്ട്. ഇത് വോട്ടാണ്, പക്ഷേ ഇത് പെർസെൻറ്റേജ് ആണ്. സോ നമുക്ക് ഇങ്ങനെ ഇടുക, 90 തന്നെ ഇടുക, 48 അവിടെ പോയിട്ടുണ്ട് എന്ന് മാത്രം അറിയുക. ഇനി ഈ 90-ൽ വിന്നറുണ്ട്, ലൂസറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ വിന്നർ ആരാ? വിന്നറിന് എത്ര വോട്ട് കിട്ടി? വിന്നറിന് 53% വോട്ട് കിട്ടി. അപ്പോൾ മൊത്തത്തിന്റെ വോട്ട് ലിസ്റ്റിന്റെ 53%. വോട്ടിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് 500 പേരാ. അതിന്റെ 53% എന്ന് പറയുമ്പോൾ 53 വോട്ട് വിന്നറിന് കിട്ടി. അപ്പോൾ ലൂസറിന് കിട്ടി എത്ര വോട്ടായിരിക്കും? മൊത്തം 90 വോട്ടല്ലേ വാലിഡ്. അതിൽ 53 വോട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 37 വോട്ട് ലൂസറിന് കിട്ടി കാണും. കറക്റ്റ്. എത്ര വോട്ടിന് ജയിച്ചു കാണും? 53 37, ബാക്കി ഒരു 16 വോട്ടിന് ജയിച്ചു കാണും. കറക്റ്റ്. ഈ 16 വോട്ടെന്ന് പറയുന്നതല്ലേ ഇവിടെ? 16 വോട്ടെന്ന് പറയുന്നതാണ് ഇവിടത്തെ ആരാ? ഈ പറയുന്ന 304. കറക്റ്റ്. 16 വോട്ടെന്ന് പറയുന്നതാണ് ഇവിടെ. 304 വോട്ടിന് ജയിച്ചു, ഇവിടെ 16 വോട്ടിന് ജയിച്ചു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി നമ്മൾ ഇവിടെ കൊടുക്കാത്തതായിട്ടൊരു 48 ഇല്ലേ? ഒരു -48. അതിനെ ദാ ഇവിടെ കൊണ്ടുവന്ന് കുറയ്ക്കുക. ഇതാണ് നിങ്ങൾ ആകെപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നേരത്തെ കാട്ടി നമുക്ക് എക്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ കാര്യമായി അല്ലേ? 16 എന്ന് പറയുന്നതാണ് ഈ 304. അവനിൽ നിന്ന് ഈ പറയുന്ന 48നെ കുറയ്ക്കുക. സോ 16-ന് തുല്യമാണ് 304 - 48 എന്ന് പറയുന്നത്. ബാക്കി ഒരു 256 വരും. 16 ആണ് 256. 16-നെ എങ്ങനെ 256 ആക്കാം? ഇൻറ്റു ഒരു 16 ചെയ്താൽ പോരെ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ വോട്ടല്ലേ? എവനെയും ഇൻറ്റു ഒരു 16 ചെയ്യുക. സോ 16 ഇൻറ്റു ഇത് 1600, വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ്. ഓക്കെയാണ്, കുഴപ്പമില്ലല്ലോ. പെർസെൻറ്റേജ് ബേസ്ഡ്, ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്, എന്നാലും നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്സ് അറിയുക. ബേസിക്സ് അറിഞ്ഞ് വേണം നമുക്ക് കുറച്ച് എക്സാം പാടാവുമ്പോൾ നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.